അബ്രോഡ് സ്റ്റഡിക്ക് പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്. ഹായ്, ഇറ്റ്സ് മീ ജിബി ഹിയർ. ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ്സും അതിന്റെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു വെസ്റ്റ്മോണ്ട് സ്റ്റഡി അബ്രോഡ്. ജർമ്മനിയിലെ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 600 to 700 യൂറോ ആണ്. ബ്ലോക്ക് അക്കൗണ്ട് വഴി ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് എക്സ്പെൻസ് പേ ചെയ്യാൻ പറ്റുമെങ്കിലും അതിനുശേഷം പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് വർക്ക് പെർമിറ്റ് എടുക്കണം. പലതരം ജോബ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെയർ ഹൗസ് ജോബ്സ്, ആമസോൺ, DHL, BLG എന്നീ കമ്പനീസ് ആണ് കൂടുതലും ഹയർ ചെയ്യുന്നത്. ഒരുപാട് ഫിസിക്കൽ എഫേർട്ടുള്ള ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് കാണിക്കാനുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. ഫുഡ് ജോയിൻസ്, ഒരുപക്ഷെ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു മേഖലയായിരിക്കും. KFC, മെക്ഡോണൾഡ്സ്, ബർഗർ കിങ് എന്നുപോലുള്ള വലിയ ഫുഡ് ജോയിൻസും യോർമ, ആൽഡി, റീവേ എന്ന് പറയുന്ന ചെറിയ ചെറിയ ബേക്കറീസിൽ വരെ വേക്കൻസീസ് ഉണ്ട്. ജർമ്മൻ ഭാഷ അഥവാ ഡോയ്ച്ചെ ഭാഷ B1 ലെവൽ വരെ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി ക്ലോതിങ്. H&M, സെറ പോലുള്ള കമ്പനികൾ മുതൽ ജർമ്മനിയിലെ ലോക്കൽ ബുട്ടീക്സ് വരെ പാർട്ട് ടൈം ഹയർ ചെയ്യുന്നുണ്ട്. ഫാഷൻ ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഡെലിവറി ജോബ്സ്. ഫുഡ്, ഗ്രോസറി, ഡെലിവറി മേഖലകളിൽ ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട്. കൂടാതെ ഇതിന് ടിപ്സും കിട്ടും, വിച്ച് ഇസ് ടാക്സ് എക്സ്ക്ലൂഡഡ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ടിപ്സിന് ടാക്സ് കൊടുക്കേണ്ടതേ ഇല്ല. ഇനി നമുക്ക് സാലറി നോക്കാം. 2023 ഒക്ടോബർ തൊട്ട് ജർമ്മനിയിൽ മിനിമം വേജ് 12 യൂറോ പെർ അവർ ആണ്. ചില കമ്പനികളിൽ അത് 14 യൂറോ പെർ അവർ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നൈറ്റ് ഷിഫ്റ്റ്സിന് പേയ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ പേയ്മെന്റ് കിട്ടാനും സാധ്യതയുണ്ട്. മാത്രമല്ല ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ബോണസുകളും കിട്ടും. ടോട്ടൽ വർക്ക് ഡേയ്സ്, ഒരു വർഷത്തിൽ ഫുൾ ഡേ ആണെങ്കിൽ 140 ഡേയ്സ് വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇത് വർഷത്തിൽ ഈക്വലി ഡിവൈഡ് ചെയ്ത് 280 ഡേയ്സ് വരെ വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തരുന്ന കോൺട്രാക്റ്റിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് സ്പ്രിംഗ് ബ്രേക്ക്, സെമിസ്റ്റർ ബ്രേക്ക് അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം ജോലി ചെയ്ത് കുറച്ച് എക്സ്ട്രാ ക്യാഷും ഉണ്ടാക്കാവുന്നതാണ്. ഇനി എവിടെ ജോബ്സ് ഇനി എവിടെ കിട്ടും? കമ്പനികൾ അനുസരിച്ച് അവരുടെ ഹയറിംഗ് രീതികൾ മാറിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഹയറിംഗ്. KFC, മെക്ഡി പോലുള്ള ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് ആണ് മോസ്റ്റ്ലി ഡയറക്ട്ലി ഹയർ ചെയ്യാവുന്നത്. നമുക്ക് അവിടെ ചെന്ന് എൻക്വയറി ചെയ്ത് ജോബ്സ് നേടാവുന്നതാണ്. ഇനി ആപ്സ്. ഇൻഡീഡ്, ലിങ്ക്ഡിൻ, eBay, ഹെൽപ്പിംഗ് പാർട്ട്ണർ പോലുള്ള പല ആപ്സുകളിൽ നിന്നും നമുക്ക് ജോബ്സ് അക്വയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിലൂടെ അപ്ലൈ ചെയ്യുന്ന വഴി നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ റിസർച്ച് ജോബ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ജോബ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഏജൻസീസ്. റെൻസ്റ്റാറ്റ്, സ്റ്റെപ്സ്റ്റോൺ, സെന്റ് ജോബ്, ജോബ് വാലി തുടങ്ങിയുള്ള ഏജൻസീസ് വഴിയും ഹയറിംഗ് നടക്കാറുണ്ട്. മെയിൻലി മാൻ പവർ കൂടുതൽ ആവശ്യമുള്ള വെയർ ഹൗസ് ജോബ്സ് പോലെയുള്ള ജോലികൾക്കാണ് ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ടാക്സ്. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ജർമ്മനിയിൽ ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് വരുന്നത് 18% ആണ്. പക്ഷേ ഡെലിവറി ജോബ്സിലും റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ടിപ്സിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ. കൂടുതൽ വിവരങ്ങൾക്കായി കണക്ട് വിത്ത് വെസ്റ്റ്മോണ്ട്.